ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങുമായിട്ടും അതുപോലെ അക്കൗണ്ടൻസിയുമായിട്ടും ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ മിക്സഡ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട് ഇൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ എ ജൂലൈ 1966, ഓപ്ഷൻ ബി മാർച്ച് 1966, ഓപ്ഷൻ സി ഓഗസ്റ്റ് 1967, ഓപ്ഷൻ ഡി സെപ്റ്റംബർ 1968. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. 1966 എന്ന വർഷം കാണാതെ പഠിച്ചിട്ടുണ്ട്. മാസത്തിലുള്ള വ്യത്യാസമാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുഴപ്പിക്കുന്നത്. ഓപ്ഷൻ എ ജൂലൈ 1966 എന്ന ഓപ്ഷനാണ് CSEB എക്സാമിന് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ഡാഷ് ഓൺവേർഡ്സ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് 30 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആർ ഫംഗ്ഷനിങ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി വിത്ത് ബ്രാൻഡ് നെയിം കേരള ബാങ്ക്. കേരള ബാങ്ക് എന്ന രീതിയിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതോടൊപ്പം തന്നെ 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും കൂടിച്ചേർന്ന് കേരള ബാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നു മുതലാണ്? നമുക്കറിയാം, ആദ്യത്തെ സമയത്ത് മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കിൽ ലയിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതും കോടതി വിധിയിലൂടെ ലയിപ്പിച്ചു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ 29/11/2019, ഓപ്ഷൻ ബി 18/1/1916, ഓപ്ഷൻ സി 7/3/2019, ഓപ്ഷൻ ഡി 16/10/2020. ആൻസർ 29/11/2019. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം 1 April 1999 വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ് ആസ് പെർ. അതായത് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, ഓപ്ഷൻ ബി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2, ഓപ്ഷൻ സി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, ഓപ്ഷൻ ഡി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4. എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന രണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ ആണ്. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ആൻസർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ദ അൺക്ലെയിംഡ് ഡിവിഡൻഡ് വിൽ ബി ഷോൺ. വീതിച്ചു കൊടുക്കാത്ത അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാത്ത ഡിവിഡൻഡ് എവിടെയാണ് കാണിക്കുന്നത്? ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്, ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. വീതിച്ചു കൊടുക്കാത്ത ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാത്ത ഡിവിഡൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വേജസ് പെയ്ഡ് ഈസ് റോങ്ലി റെക്കോർഡഡ് ഇൻ സാലറീസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എറർ. ഇഫ് വേജസ് പെയ്ഡ് ഈസ് റോങ്ലി റെക്കോർഡഡ് ഇൻ സാലറി അക്കൗണ്ട്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എറർ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഒമിഷൻ, ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ഡ്യൂപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി കോമ്പൻസേറ്റിംഗ്. ഇതിൽ ഏതാണെന്നാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. 113ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ഒമിഷൻ, ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി ഡ്യൂപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി കോമ്പൻസേറ്റിംഗ്. ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പിൾ എന്നാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ റോങ് പോസ്റ്റിംഗ് മാത്രമാണ്. റോങ് പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ അത് കമ്മീഷനായിട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. ഇനിയും
അവര് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ കറക്റ്റ് ആണ്. ഇഫ് വേജസ് പെയ്ഡ് ഇൻ ദ ഇറക്ഷൻ ഓഫ് മെഷീനറി ഈസ് റോങ്ലി റെക്കോർഡഡ് ഇൻ സാലറീസ് അക്കൗണ്ട് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് ചോദിച്ചാൽ ഇത് പ്രിൻസിപ്പൽ എററിന് എക്സാമ്പിൾ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഡിലീറ്റ് ആക്കുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ പ്രിൻസിപ്പളിന്റെ കൂട്ടത്തിൽ തന്നെ അവരെ ആൻസർ കീ മുന്നോട്ട് കൊണ്ടുപോകാനേ ചാൻസ് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഈസ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് ഡാഷ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് ഡാഷ് പ്രോഫിറ്റ്. ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് അത് എന്ത് തരത്തിലുള്ള പ്രോഫിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റവന്യൂ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ, ഓപ്ഷൻ സി നെറ്റ്, ഓപ്ഷൻ ഡി ഗ്രോസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗീവൺ ആസ് ഫ്രീ സാമ്പിൾ ഈസ് ക്രെഡിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. അതായത് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സ് ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ സെയിൽസ്, ഓപ്ഷൻ ബി പർച്ചേസസ്, ഓപ്ഷൻ സി സ്റ്റോക്ക്, ഓപ്ഷൻ ഡി അഡ്വർടൈസ്മെന്റ്. ആൻസർ ഓപ്ഷൻ ബി പർച്ചേസസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രി. ഒരു കോൺട്രാ എൻട്രി നമുക്കറിയാം, ക്യാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട എൻട്രിയാണ് കോൺട്രാ എൻട്രി. അതിനൊരു എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചെക്ക് ഇഷ്യൂഡ് ടു ക്രെഡിറ്റർ, ഓപ്ഷൻ ബി ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക്, ഓപ്ഷൻ സി ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ ക്രെഡിറ്റർ, ഓപ്ഷൻ ഡി ഡിസോണർ ഓഫ് ചെക്ക്. ഇവിടെ കോൺട്രാ എൻട്രി അതായത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസിലും ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് ബാലൻസിലും ഒരുപോലെ റെക്കോർഡ് ചെയ്യുന്ന ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, അത് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് വാല്യൂ. ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് വാല്യൂ ഉപയോഗിച്ചാണ്? ഓപ്ഷൻ എ ബുക്ക് വാല്യൂ, ഓപ്ഷൻ ബി സ്ക്രാപ്പ് വാല്യൂ, ഓപ്ഷൻ സി ഒറിജിനൽ വാല്യൂ, ഓപ്ഷൻ ഡി മാർക്കറ്റ് വാല്യൂ. ആൻസർ ഓപ്ഷൻ എ ബുക്ക് വാല്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിഡന്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ. ആക്സിഡന്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ. ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ഇതൊക്കെ എന്താണ്, പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാമിന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ഇത്തവണ ആൻസർ മാത്രം പഠിച്ചു വെക്കുക, ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു. കോസ്റ്റ് ഓഫ് സെയിൽസിന് തുല്യമായിട്ടുള്ളത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെല്ലിംഗ് ഓവർഹെഡ്, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഓപ്ഷൻ സി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഓപ്ഷൻ ഡി വർക്ക് ഓവർഹെഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡൂടെ കൂട്ടി കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്റ്റീഷ്യസ് അസറ്റ്. താഴെ പറയുന്നതിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ നെറ്റ് ലോസ് ഓഫ് ദ കമ്പനി, ഓപ്ഷൻ ബി നെറ്റ് ലോസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ സി പ്രിലിമിനറി എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി ഗുഡ്വിൽ. ഇവിടെ നമുക്കറിയാം ബാക്കി മൂന്നെണ്ണവും, ആദ്യം തന്നിരിക്കുന്ന മൂന്നെണ്ണവും ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ഗുഡ്വില്ല് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി. താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസാക്ഷൻ ആണ് അസറ്റിനെ കുറയ്ക്കുന്നതും അതുപോലെ ലയബിലിറ്റിയെ കുറയ്ക്കുന്നതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ലാൻഡ്, ഓപ്ഷൻ ബി പർച്ചേസ് ഓഫ് ലാൻഡ് ഓൺ ക്രെഡിറ്റ്, ഓപ്ഷൻ സി ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഓപ്ഷൻ ഡി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിന്റെ റിഡംഷൻ, അതായത് ഡിബഞ്ചർ കൊടുത്തു തീർക്കുകയാണെങ്കിൽ നമുക്ക് അസറ്റിലും കുറവ് വരും, അതുപോലെ തന്നെ എന്താണ് ലയബിലിറ്റിയും കുറവ് വരുന്നത് ഒരേ ഒരു ട്രാൻസാക്ഷൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് ഓഫ് എക്സസീവ് ഡിപ്രീസിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഡാഷ് റിസർവ്. നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള റിസർവ് ആണ് എങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, സ്പെസിഫിക് റിസർവ് ആണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ വെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റിംഗ് ഓഫ് എക്സസീവ് ഡിപ്രീസിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഡാഷ് റിസർവ് എന്നാണ്.
അതായത് ഡിപ്രീസിയേഷനകത്ത് എക്സസീവ് ആയിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ അത് എവിടെ റെക്കോർഡ് ചെയ്യുമെന്നാണ്, അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള റിസർവ് ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ജനറൽ, ഓപ്ഷൻ ബി സ്പെസിഫിക്, ഓപ്ഷൻ സി ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി സീക്രട്ട്. ഇങ്ങനെ അതായത് ഡിപ്രീസിയേഷനകത്ത് എക്സസീവ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് റിസർവ് ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സീക്രട്ട് റിസർവ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റം ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? താഴെ പറയുന്നവയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടാത്ത ഐറ്റം ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനറി കൺസ്യൂംഡ്, ഓപ്ഷൻ ബി സാലറീസ് ആൻഡ് വേജസ്, ഓപ്ഷൻ സി ഇൻസ്റ്റലേഷൻ ചാർജ് ഓഫ് ന്യൂ മെഷീനറി, ഓപ്ഷൻ ഡി റിപ്പയർ ടു മെഷീനറി. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സ്റ്റേഷനറി കൺസ്യൂംഡ് പറഞ്ഞാലും സാലറീസ് ആൻഡ് വേജസ് പറഞ്ഞാലും റിപ്പയേഴ്സ് ടു മെഷീനറി പറഞ്ഞാലും റവന്യൂ ഐറ്റംസ് ആണ്. സ്വാഭാവികമായിട്ടും അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്താണ് കാണിക്കുന്ന ഐറ്റമാണ്. എന്നാൽ ഇൻസ്റ്റലേഷൻ ചാർജ് ഓഫ് ന്യൂ മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് അത് അവിടെ കാണിക്കുമോ? ഇല്ല. ബാലൻസ് ഷീറ്റിൽ അസറ്റിനോടൊപ്പം മാത്രമേ കൂട്ടിക്കാണിക്കുകയുള്ളൂ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, ബാലൻസ് ഷീറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ബാലൻസസ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു. പേഴ്സണൽ അക്കൗണ്ടിന്റെയും റിയൽ അക്കൗണ്ടിന്റെയും ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്കറിയാം ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് അക്കൗണ്ടുകൾ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും മാത്രമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ധൈര്യപൂർവ്വം എഴുതാൻ പറ്റും, ബാലൻസ് ഷീറ്റ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ നോൺ ട്രേഡിംഗ് കൺസേൺ ഡാഷ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. താഴെ പറയുന്നവയിൽ ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഓപ്ഷൻ ബി ലെഗസീസ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഓപ്ഷൻ ഡി ഗ്രാന്റ് ഫ്രം ഗവൺമെന്റ്. ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ഒരാൾക്ക് പോലും ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഒരിക്കൽ മാത്രമേ ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വരത്തുള്ളൂ. ലെഗസീസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം എന്താണ് ഒരാളുടെ ബില്ല് പ്രകാരം അല്ലെങ്കിൽ ഇയാളുടെ വിൽപത്രം പ്രകാരം ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അസറ്റാണ് ലെഗസീസ്. അതുപോലെ ഗ്രാന്റ് ഫ്രം ഗവൺമെന്റ്, ഇതൊക്കെ ഒരിക്കൽ മാത്രം ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, എന്താണ് ഈ ഒരു അക്കൗണ്ടൻസിയുടെ ഭാഗത്തുനിന്നും ഞാനിട്ട ക്വസ്റ്റ്യൻസ്, ഞാൻ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട ഭാഗത്തുനിന്ന് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് അക്കൗണ്ടൻസിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് അല്ലാത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, ഇതിനകത്തിരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് നാളത്തെ, അതായത് ഈ കുട്ടികളെ ഒരുപാട് നാൾ കൊണ്ട് പഠിക്കുന്ന ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അനുഭവ സമ്പത്ത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും എന്ന രീതിയിൽ പഠിപ്പിക്കുന്നത്. നിങ്ങളത് ഉറപ്പായിട്ടും വാച്ച് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തും. നിങ്ങൾ ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കി വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം അക്കൗണ്ടൻസിയുമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഉറപ്പായിട്ടും ഇതെല്ലാം അടുത്ത പരീക്ഷയ്ക്ക് മുൻപായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.